ലയണൽ മെസ്സിയുടെയും അർജന്റീനയുടെയും ആരാധകർക്ക് ഇനി ആഘോഷരാവ്. ആൽബിസ്റ്റലിസ്റ്റുകളുടെ പടയോട്ടം കാണാൻ ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുന്നോടിയായിട്ട് 2 സന്നാഹ മത്സരങ്ങൾ അർജന്റീൻ ടീം കളിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ട്. നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഇതുവരെയും അവരുടെ ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴേ ടീമിനെ അങ്ങോട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. ടീമിനെ പ്രഖ്യാപിക്കാനുള്ള സമയം ജൂൺ 14 തീയതി വരെ ഉള്ളത് കൊണ്ട് തന്നെ ജൂൺ 14 തീയതി അല്ലല്ലോ, ഡേറ്റ് എന്നാന്ന് ഞാൻ പറയാം. ജൂൺ 9 ചിക്കാഗോയിലെ സോൾജിയർ ഫീൽഡിൽ വെച്ച് ലയണൽ മെസ്സിയും ടീമും ഇക്വഡോറിനെ നേടുന്നു. അതുകൂടാതെ ജൂൺ 14 മേരിലാൻഡിലെ ലാൻഡ് ഓവറിലെ കമാൻഡേഴ്സ് ഫീൽഡിൽ വെച്ച് ഗ്വാട്ടിമലയും നേരിടുന്നു. അതായത് ഇക്വഡോറിനെയും ഗ്വാട്ടിമലയുമാണ് അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുന്നോടിയായിട്ടുള്ള 2 സന്നാഹ മത്സരങ്ങളിൽ നേരിടാനുള്ളത്. ജൂൺ 20 കാനഡയ്ക്കെതിരെയാണ് കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ ആദ്യത്തെ മത്സരം. ജൂൺ 12 കോപ്പ അമേരിക്ക ടൂർണമെന്റിന് വേണ്ടിയിട്ടുള്ള ടീമുകളുടെ അവസാന പട്ടിക സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അർജന്റീനയുടെ സ്ക്വാഡ് ഈ മാസം പ്രഖ്യാപിക്കാമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ അർജന്റീനയുടെ ഗ്രൂപ്പിൽ വരുന്നത് ചിലി, പെറു, കാനഡ എന്നീ ടീമുകളാണ്. ചിലി, പെറു, കാനഡ, അർജന്റീന എന്നിവരുൾപ്പെടുന്ന എ ഗ്രൂപ്പിലാണ് അർജന്റീന വരുന്നത്. പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂടെ അർജന്റീനയ്ക്ക്. ലയണൽ മെസ്സിയുടെ ആരാധകർക്ക് പ്രത്യേകിച്ചും കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുമ്പ് 2 സന്നാഹ മത്സരങ്ങൾ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഗ്വാട്ടിമലയ്ക്കെതിരെയും ഇക്വാഡോറിനുമെതിരെ ആൽബിസ്റ്റലിസ്റ്റുകളുടെ പോരാട്ടം ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയാവുന്നതാണ്.